ഓം ശാന്തി. ഒരു മനുഷ്യൻ്റെ ഉപബോധ മനസ്സുകൾ പൂർണ്ണമായി നിയന്ത്രണത്തിലായി എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നതാണ് സത്യം. എന്നാൽ ബോധ മനസ്സുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ, പൂർണ്ണമായി നമ്മുടെ മനസ്സ് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്താണ്, ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ആർജിത വ്യക്തിത്വങ്ങളുടെ ആധാരത്തിൽ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ബോധ മനസ്സോടെ നമ്മൾ പറയും. മീൻസ് ഒരു ഉദാഹരണം പറഞ്ഞൊരു ഹാളിലിരുന്ന് ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കെ ഒരാൾ അറിയാതെ ഏതോ ഒരു ഇമോഷണലി ചാർജായി പാട്ട് പാടിയാൽ പറയും, നിനക്ക് ബോധമില്ലേ, നീ എന്തായി ചെയ്യുന്നത് ചോദിക്കും. ചിലർത്ഥം ബോധ മനസ്സോടെ എന്ന് ചിലർത്ഥം ആർജിത വ്യക്തിത്വത്തിൻ്റെ ആധാരത്തിലൂടെ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പറയും ബോധ മനസ്സോടെ എന്ന് പറയും. അതേസമയം ഉപബോധ മനസ്സോടെ ചിലർത്ഥം നമ്മുടെ ബോധമായിട്ടുള്ള ആർജിത വ്യക്തിത്വത്തിൻ്റെ ആധാരത്തിലല്ലാതെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഫീലിങ്സ് എന്തോ, ഇമോഷൻസ് എന്തോ, ഭാവങ്ങളെന്തോ, ഭാവനകളെന്തോ, അതിൻ്റെ ആധാരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ചില നിമിഷങ്ങൾ, കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനമില്ലാതാവുന്ന നിമിഷം, ചിലപ്പോൾ ഉറങ്ങുമ്പോൾ, ചിലപ്പോൾ ഇമോഷണലി ചാർജായി പോകുമ്പോൾ ഒക്കെ നമ്മൾ പ്രവർത്തിച്ചു പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല, എനിക്കിപ്പോൾ ചെയ്തേ പറ്റൂ എന്നുള്ളതായിരിക്കുന്ന വാശി ഉണർന്നു വരുന്ന സമയം, മീൻസ് ഇമോഷണലി, ഈ ഇമോഷൻ എന്ന് പറയും. നമ്മുടെ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിരിക്കുന്ന തോട്ട്സ് ആക്റ്റീവ് ആവുന്ന സമയം, അത് നമ്മൾ ഉപബോധ മനസ്സിൻ്റെ ഒരു തലം എന്ന് പറയും. ഉപബോധ മനസ്സിൽ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ മെമ്മറീസും, മറ്റൊന്ന് നമ്മുടെ ഫീലിങ്സും. മെമ്മറീസിൻ്റെ ആധാരത്തിലാണ് ഒരു പരിധി വരെയൊക്കെ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന് നമ്മുടെ ഓർമ്മകളും, മറ്റൊന്ന് നമ്മുടെ അനുഭൂതികളും. താൽക്കാലികമായിട്ടും ചിലപ്പോൾ ഉപബോധ മനസ്സിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണർന്നു വരാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ നിങ്ങളെ മോശമായിട്ട് കുറച്ച് ചീത്ത വാക്കുകൾ പറയുന്നു. ആ വാക്കുകൾ മനസ്സിൽ ആഴത്തിൽ പോയി തട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ആ ഇമോഷൻ പോയിട്ട് ടച്ച് ചെയ്തതിൻ്റെ ആധാരത്തിൽ ഒരു പ്രതിക്രിയ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് നിയന്ത്രിക്കാനേ ആവില്ല. എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സന്തോഷം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ സങ്കടം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ലെവലിൽ നമ്മുടെ ഫീലിങ്സ് ഒഴുകുമ്പോൾ അത് ഉപബോധ മനസ്സിൻ്റെ മേലെ തട്ട് എന്ന് വേണം നമുക്ക് പറയാൻ. അതേസമയം ഉപബോധ മനസ്സിൻ്റെ ആഴത്തിലുള്ള ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളുടെ അറ എന്ന് വേണമെങ്കിൽ അതിന് ചെറുതായിട്ട് വേണമെങ്കിൽ ഉപമിക്കാം. ഓർമ്മകളുടെ അറ എന്ന് പറയാം. ചിലർത്ഥം ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ ആണെങ്കിൽ പോലും ഒരു കാര്യം അഗാധമായ തലത്തിൽ പഠിച്ചോ, അനുവർത്തിച്ചോ, അല്ലെങ്കിൽ അനുഭവിച്ചോ നമ്മുടെ ഉള്ളിൽ അത് അതിശക്തമായിരിക്കുന്ന പ്രകമ്പനങ്ങളുടെ രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാറ്റാൻ തന്നെ പ്രയാസമായിരിക്കും. ഞാൻ ഓർമ്മിക്കും, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു സെൻറ്ററിൽ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് 6 വയസ്സുകാരി ഒരു മോളെ എൻ്റെ അടുത്ത്, 6ാം ക്ലാസ്സുകാരിയായിരിക്കുന്ന ഒരു മോളെ എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മിടുക്കിയായിരിക്കുന്ന കുട്ടിയാണ്. പക്ഷേ അവൾക്കൊറ്റ പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഓരോരോ അക്ഷരം അറിയാം. ആ അറിയാം, അല്ലെങ്കിൽ ആ അറിയാം, എല്ലാ അക്ഷരമാല അക്ഷരങ്ങൾ ഏത് ചോദിച്ചാലും അവൾക്ക് എഴുതാൻ അറിയാം. പക്ഷേ ആ എന്നും മാ എന്നും കുട്ടി അമ്മ എന്ന് അവൾക്ക് എഴുതാൻ അറിയില്ല, അച്ഛൻ എഴുതാൻ അറിയില്ല. കുട്ടി 6ാം ക്ലാസ്സിലായി. പക്ഷേ അതുവരെയുള്ളതായിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ എല്ലാവരും അവളെ സഹതപിച്ചു. സംസാരിക്കുകയാണെങ്കിൽ പോലും നോർമലായിട്ടല്ല, ഓവർ ഫാസ്റ്റായി, ടു മച്ചിൽ, പെട്ടെന്ന് ഒരു സെക്കൻഡിൽ. നമ്മളിപ്പോൾ ഒരു 10 സെക്കൻഡ് എടുത്ത് പറയുന്ന കാര്യമാണെങ്കിൽ ആ കുട്ടി ഒരു സെക്കൻഡിൽ പറഞ്ഞു തീർക്കും. വളരെ ചുരുക്കം ആളുകൾക്ക് അവൾ പറയുന്നത് മനസ്സിലാകുന്നുള്ളൂ. അതേസമയം അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നന്നായിട്ട് ആഹാരം കഴിക്കാൻ അറിയാം, ഡാൻസ് കളിക്കാൻ അറിയാം, എന്നാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ചെയ്യാനറിയാം. പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ പലപ്പോഴും ഈ ഒരു അവസ്ഥ കൊണ്ട് തന്നെ അവൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അവളെ കൂട്ടുകാരികളെ വാന്തുക, പിച്ച്, ഇങ്ങനെ പല രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. അവൾ അറിയാതെ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരുന്നു എൻ്റെ അടുത്ത് ഈ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഞാൻ ഓർമ്മിക്കുക, ആ സമയത്ത് ആ കുട്ടിയായിട്ടുള്ള സംസാരത്തിലൂടെ അവളടുത്ത മെമ്മറീസിനെ, അവളുടെ മനസ്സിനെയും ബുദ്ധിനെയും വിശകലനം ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവളുടെ ബുദ്ധി കൊണ്ട്, ബുദ്ധിയാകുന്ന നേത്രം കൊണ്ട് ഒരു കാര്യത്തിന് അവർക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ മുഴുവൻ അവൾക്ക് കാണുന്നത് ഡാർക്ക്നെസ് ആൻഡ് ഡാർക്ക്നെസ് മാത്രമാണ് കാണുന്നത്, ഇരുട്ട് മാത്രം. അതായത് നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പൂ കണ്ടു, കണ്ണടച്ചിട്ട് നിങ്ങളോട് ആ പൂവൊന്ന് ഓർമ്മിക്കാൻ പറഞ്ഞാൽ നമുക്കതിൻ്റെ ആ പൂവിൻ്റെ നിറവും ഭംഗിയും ഒക്കെ നോർമൽ ആളുകൾക്കൊക്കെ തന്നെ ആ പൂ വീണ്ടും മനസ്സിൽ കാണാൻ പറ്റും നമുക്ക്. അതേസമയം
തന്നെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കണ്ണടച്ചാൽ പൂവ് ഓർമ്മിക്കാൻ പറഞ്ഞാൽ അവൾക്ക് കാണില്ല, അവൾക്ക് കാണുന്നതോറും ഇരുട്ട് മാത്രമേ കാണുള്ളൂ. അതായത് അവളുടെ ബുദ്ധി എന്ന നേത്രത്തിൽ പതിഞ്ഞതായിരിക്കുന്ന ചിത്രവും മനസ്സിൽ ആ സമയം കിട്ടിയ അനുഭൂതിയും രണ്ടും കൂടി കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് ഈ സമയത്ത് അവളുടെ ലൈഫ് നോക്കിയാൽ അച്ഛനും അമ്മയും ഭയങ്കര കെയറിങ് ആണ്. ആ മോൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഈവൻ സാധാരണക്കാരനാണ്. പലപ്പോഴും അച്ഛന് തൻ്റെ ജോലി പോവാതിരുന്നു കൊണ്ട് മകളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമായിരുന്നു, അല്ലെങ്കിൽ പല ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. സ്കൂളിൽ മകളെ സഹായിക്കാൻ വേണ്ടി അമ്മ അച്ഛനും എന്തുമാത്രം റിസ്ക് എടുക്കായിരുന്നു അറിയോ. പക്ഷേ ആ ജന്മത്തിൻ്റെ പ്രശ്നമല്ല അവൾക്ക്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടിയുടെ മനസ്സും ബുദ്ധിയും തമ്മിൽ പകച്ചു പോവുക അല്ലെങ്കിൽ ഭയപ്പെട്ടു പോവുക, അത്ര ആഴത്തിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകത്തക്ക രീതിയിൽ ഈ ജന്മത്തിലായിക്കൊള്ളുന്നില്ല, മുജ്ജന്മത്തിൽ അവളൊരവസ്ഥ സംഭവിച്ചിട്ട് ഒരുപക്ഷെ അങ്ങനൊരവസ്ഥയിൽ ആത്മാ ശരീരം ഉപേക്ഷിച്ച് മരിച്ചിട്ടുണ്ടായിരിക്കാം. അഥവാ അങ്ങനൊരു പവർഫുൾ റെക്കോർഡിങ് നടന്ന ശേഷം ആ ഒരു ദേഹം വിട്ട് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്തതായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും രണ്ടും കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല. ഇതെൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നത്. അതിന് നമ്മൾ ചെയ്തു നോക്കിയതായിട്ടുള്ളൊരു ടെക്നിക്ക് ഞാൻ അവളുടെ അച്ഛനും അമ്മയ്ക്കും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു. അവളുടെ അടുത്ത് ഇരുത്തിക്കൊണ്ട് കുറച്ച് വൈബ്രേഷൻ കൊടുത്തുകൊണ്ട് എനർജി പാസ് ചെയ്തുകൊണ്ട് അവളുടെ അടുത്ത് പറഞ്ഞു, ആകാശത്ത് നക്ഷത്രം നോക്കാൻ അച്ഛൻ്റെ അടുത്ത്. നക്ഷത്രം നോക്കുക, കണ്ണടയ്ക്കുക, അത് കാണാൻ ശ്രമിക്കുക, വീണ്ടും നോക്കുക, വീണ്ടും കണ്ണടയ്ക്കുക. അങ്ങനെ പതുക്കെ 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 ആ കാഴ്ചയെ മനസ്സിൽ കാണത്തക്ക രീതിയിൽ ബുദ്ധി എന്ന നേത്രം അതിനെ അക്യുറേറ്റ് ആയിട്ട് ക്യാമറ അത് റെക്കോർഡ് ചെയ്യത്തക്ക രീതിയിലും മനസ്സ് അതിൻ്റെ ആ ഒരു കുളിർമ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യിച്ചു. എന്നിട്ട് അടുത്തിരുത്തി എനർജി കൊടുത്തുകൊണ്ട് എഴുതുമായിരുന്നു. ആ മാ ചേർത്ത് 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 അമ്മ, കണ്ടോ ഇത് മാ ഇത് രണ്ടും ചേർന്നിട്ടാണ് അമ്മയാവുന്നത്. ഇങ്ങനെ ഓരോരോ വാക്കുകളും അടുത്തിരുത്ത് എഴുതിക്കുമായിരുന്നു. അതിലും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഡ് ഈശ്വരൻ, അതുപോലെ ഞാൻ ആത്മാ, ഞാൻ സ്നേഹം, ഞാൻ ശാന്തി, ഞാൻ ശക്തി, ഇങ്ങനെ ചില വാക്കുകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോവുകയും ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള രീതിയിലുള്ളതായിട്ട് ഊർജം പ്രകടിപ്പിക്കുന്ന ചില വാക്കുകളുണ്ട്. മൂല്യങ്ങളുടെ, ശരിക്കും പറഞ്ഞാൽ മൂല്യങ്ങളാകുന്ന ശബ്ദങ്ങൾ. ഞാൻ ആത്മാ, ശാന്തസ്വരൂപാത്മ, ഞാൻ സ്നേഹമാണ്, ഞാൻ ശാന്തിയാണ്, ഞാൻ ശക്തിയാണ്, ഇങ്ങനെയൊക്കെ ആ കുട്ടിയെ കൊണ്ട് സിമ്പിളായിട്ട് എഴുതിക്കുമായിരുന്നു. എൻ്റെ അനുഭവത്തിൽ ഏറ്റവും ഈസി ആയിട്ട് അവൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്ന ആ സമയത്ത് സ്നേഹവും ശാന്തിയും ശക്തിയും, ഈ മൂന്ന് കാര്യം നിരന്തരമായിട്ട് ഒരാഴ്ച എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ, അമ്മ, ചേട്ടൻ ഇങ്ങനെയുള്ളതായിട്ടുള്ള ക്ലോസ് ആയിരിക്കുന്ന വേർഡ്സ് ഒക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരോ വരികളായിട്ട് എഴുതാൻ തുടങ്ങി. ഒരു 2 മാസത്തെ ഒരു പ്രാക്ടീസ് കഴിയുമ്പോഴത്തേക്കും അവൾക്ക് എഴുതാനും വായിക്കാനും പറ്റി. മനസ്സുകൊണ്ട് ഒരു കാര്യത്തെ കാണാനുള്ള ശക്തി അവൾക്ക് കിട്ടി. മീൻസ് ആയും മായും ചേർത്ത് അമ്മ എന്നൊരു ചിത്രം കൂട്ടി ക്രിയേറ്റ് ചെയ്യാൻ അവളുടെ മനസ്സിനും ബുദ്ധിനും ഒന്നിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഈ കാര്യം എൻ്റെ അനുഭവം ഷെയർ ചെയ്യാൻ കാരണം, പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓർമ്മകളുടെ ആഴത്തിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓർമ്മകളുടെ അറ എന്ന് വേണമെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ ആഴത്തട്ട് നമുക്ക് പറയാമെന്ന് ഞാൻ പറയാൻ കാരണം, ആ അറയുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന റെക്കോർഡ് ചെയ്യപ്പെട്ട സ്ട്രോങ് ഫീലിങ്സ് അതെന്താണെങ്കിലും അതിൻ്റെ ആധാരത്തിലാണ് ഒരു 90% നമ്മുടെ വ്യക്തിത്വങ്ങളെ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ അറയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനുള്ളതായിരിക്കുന്ന മെത്തേഡാണ് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി, അഥവാ ഒരു പവർഫുൾ പ്രോഗ്രാമിംഗ് നമ്മുടെ മനസ്സിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെയാണ് മെഡിറ്റേഷൻ ഏറ്റവും വണ്ടർഫുള്ളായിട്ട് പ്രവർത്തിക്കുന്നതും. നിങ്ങൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരാളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം മുന്നേ പല വീഡിയോസിലും നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്, എപ്പോഴൊക്കെ ജീവിതത്തിൽ എന്തിനു വേണ്ടി ജീവിക്കണം എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒരു ഉത്തരേ നമുക്ക് കിട്ടുള്ളൂ, ഞാൻ ജീവിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടി. ബാക്കി പല കാര്യം പലരും പറയുമായിരിക്കും. നിങ്ങൾ എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ് ചോദിച്ചാൽ മതി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ജോലിക്ക് പോവുകയാണ്, എന്തിനാ ജോലിക്ക് പോകണമെന്ന് ചോദിച്ചാൽ ജോലി ചെയ്ത് പൈസ വേണം. പൈസ എന്തിനാ വേണം? എൻ്റെ കടമ നിർവഹിക്കണം, എൻ്റെ കാര്യങ്ങൾ നിർവഹിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴും അതിനെന്താ കിട്ടുക, അതിനെന്താ കിട്ടുക, നിങ്ങൾ സ്വയം ചോദിച്ചു നോക്ക്. ഉത്തരം അവസാനം വന്നെത്തും. ഒന്നുകിൽ സന്തോഷം വേണം, ശാന്തി വേണം, സ്നേഹം വേണം. ഇത്തരം സം വാല്യൂസിൻ്റെ ഷെയറിങ് ആണ് ലൈഫ് എന്ന അവസ്ഥയിലേക്ക് ഞാൻ ഒരുപാട് പ്രോഗ്രാംസിൽ, 100 കണക്കിനല്ല 1000 പ്രോഗ്രാംസിന് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാറുണ്ട്, ആളെടുത്ത് ആൻസർ ചെയ്യിപ്പിക്കാറുണ്ട്. എല്ലാവരും അവസാനം ഒരു ആൻസറിലാണ് വന്നെത്തുക. പരമാവധി സന്തോഷം, സ്നേഹം, ശക്തി. ബാക്കി വാല്യൂസും പലയിടത്തും പ്രത്യക്ഷപ്പെടാറുണ്ട്. പക്ഷേ മജോറിറ്റി നോക്കിയാൽ സന്തോഷം വേണം, സ്നേഹം വേണം, ശാന്തി വേണം, ശക്തി വേണം, മനസ്സുഖം വേണം. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. മീൻസ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഒറിജിനൽ പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷൻസ്, അഥവാ ഇതിൻ്റെ കോർ മെമ്മറി എന്ന് പറയുന്നത് ഈ വാല്യൂസ് ആണ്. ജ്ഞാനമാണ്, സ്നേഹമാണ്, ശാന്തിയാണ്, ശക്തിയാണ്. മെഡിറ്റേഷൻ കമൻട്രികളിൽ കേട്ട് നോക്കിയാൽ അറിയാം, നമ്മൾ ആ ഒരു തോട്ട്സിനെ വിത്ത് ഫീലിംഗ്, വിത്ത് ഒരു വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ശക്തമായിരിക്കുന്ന എനർജി ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്.
അതെത്ര കൂടുതൽ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് ആ പ്രോഗ്രാമിംഗ് പവർഫുള്ളായിട്ട് ആക്റ്റീവ് ആവുകയും ചെയ്യും. ഇവിടെ നമ്മുടെ ലൈഫിലെ പല ഘട്ടങ്ങൾക്കുണ്ട്. ഇനി ഞാൻ വീണ്ടും നമ്മുടെ സാധാരണ അവസ്ഥയിലേക്ക് യാത്ര ചെയ്യുക. ഇതിൻ്റെ കോർ പോയിൻ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഓർത്തേക്കണം. നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ട് മെഡിറ്റേഷനിൽ ഇത്തരം ഹൈലി പവർഫുൾ അഫർമേഷൻ യൂസ് ചെയ്യുന്നു? കാരണം ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയിട്ട് ഉപബോധ മനസ്സിൻ്റെ അറയിൽ പോയിക്കൊണ്ട് ഏറ്റവും ആഴത്തിൽ ദ ബെസ്റ്റ് മെമ്മറിയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുകയും അതിനെ പലവട്ടം ആക്ടിവേറ്റ് ചെയ്യിച്ചുകൊണ്ട് അവർ വിൽ പവറായി, ഇച്ഛാശക്തിയായി, അഥവാ കറണ്ട് നേടിയ ഊർജം ആവാഹിച്ച സങ്കല്പങ്ങളായി പുറത്തേക്ക് വരികയും ചെയ്ത നമ്മുടെ ജീവിതം അവിടെ മാറി മറിയായി. അതിനുവേണ്ടി അതല്ലാതെ എന്താണ് നോർമൽ ലൈഫിൽ സംഭവിക്കണമെന്ന് നോക്കിയാൽ നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് കണ്ട് കേട്ട് വായിച്ചു പഠിച്ച പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതൊക്കെ തന്നെ വന്ന് നമ്മുടെ ബോധ മനസ്സിൻ്റെ ഉള്ളിലും ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലും കൗണ്ടർ തോട്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് ഞാനിപ്പോൾ സങ്കല്പിക്കുകയാണ് ഞാൻ വളരെ പീസ്ഫുള്ളാണ്. ഉടനെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ ബോധ മനസ്സ് പറയും, വളരെ പീസ്ഫുള്ളായിട്ട് ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ടല്ലേ ആ മൂലയ്ക്ക് പോയിരുന്ന് കരഞ്ഞത് എന്ന് നമ്മുടെ ബോധ മനസ്സ് നമ്മളോട് ചോദിക്കും. ഈ ഒരു ഏറ്റുമുട്ടൽ, സങ്കല്പങ്ങളുടെ ഏറ്റുമുട്ടൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന തോട്ട്സിനെ പവർഫുള്ളായിട്ട് കറണ്ട് ആവാഹിച്ച അല്ലെങ്കിൽ ഊർജ്ജം ആവാഹിച്ച സങ്കല്പമായിരിക്കണം. ആ എൻകൗണ്ടറിൻ്റെ യുദ്ധത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ ബോധ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി വരും. അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവുമ്പോൾ ആയിക്കോട്ടെ, കരഞ്ഞു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്, എന്നിട്ട് ഞാൻ എപ്പോഴും കരയുന്നുണ്ടോ? ഇല്ലല്ലോ. ചില സന്ദർഭങ്ങളല്ലേ കരഞ്ഞിട്ടുള്ളൂ, അത് സാരമില്ല, ഞാൻ അതിജീവിച്ചോളും എന്ന് സ്വയം ഓട്ടോ സജഷൻ വഴി നമുക്ക് നമ്മുടെ സങ്കല്പങ്ങൾക്ക് തന്നെ ഒന്ന് എൻകൗണ്ടർ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദിവസവും കുറച്ച് സമയം പോസിറ്റീവായിട്ടുള്ള സ്റ്റഡിക്ക് വേണ്ടി മാറ്റി വെച്ചേ പറ്റൂ. എത്ര സമയം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ സമയം എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് മനസ്സിലെ ടെൻഷൻ അടിച്ചുകൊണ്ടും മനസ്സ് പാഞ്ഞു നടന്നിട്ടും ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത കോൺസെൻട്രേഷൻ കുറച്ച് കൊണ്ടിട്ടാണ് നമുക്ക് സമയം തികയാതെ വരുന്നത്. അതുകൊണ്ട് കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പല മടങ്ങ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ റിലാക്സ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഓർത്തത് കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താ ഒരു പോംവഴിയുള്ളൂ? എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടാക്കണം. അത് നമ്പർ 1 ആയിരിക്കുന്ന കാര്യം. അതുപോലെ തന്നെ മനസ്സിന് എഴുന്നേറ്റ് നിൽക്കാനുള്ളതായിരിക്കുന്ന ആരോഗ്യം ഉണ്ടെങ്കിലാണ് അതൊരു വെൽ പ്രോഗ്രാംഡ് ആയിക്കൊണ്ട് ലൈഫിനെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. അതിന് നമുക്ക് എന്തുകൂടിയേ തീരൂ? പോസിറ്റീവ് തോട്ട്സിൻ്റെ സ്റ്റഡി. അതുകൊണ്ടാണ് പ്രഭാതത്തിൽ ഉണർന്നാൽ ആദ്യം ഹൈലി പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ, അത് കഴിഞ്ഞ ശേഷം മെഡിറ്റേഷൻ, പിന്നെ പോസിറ്റീവായിട്ടുള്ള സ്റ്റഡി. അത് എഴുതാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഒരു കാര്യം നമ്മൾ എഴുതി അത് കഴിയുമെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏതെങ്കിലും വിഷനാണ് നിങ്ങളുടെ ഗോൾ ആണെങ്കിൽ അത് എഴുതുകയും ഉറക്കം വായിക്കുകയും ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ, പല ധർമ്മത്തിൽ പ്രാർത്ഥനകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് പള്ളിയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പാടാൻ വേണ്ടി ഞാൻ പോകുമായിരുന്നു. അവിടെ പാടുന്ന സമയത്ത് എല്ലാവരും കൂടി ആ ഗാനം അങ്ങ് ആലപിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു മാസ്സായിട്ടുള്ള എനർജിയുടെ റിഫ്ലക്ഷൻ ഉണ്ട്. അറിയാതെ നമ്മുടെ മനസ്സ് ഈശ്വരനിലേക്ക് അങ്ങ് യാത്ര ചെയ്തു പോകുന്നൊരു നിമിഷം. അത് ഒരു കാര്യം തന്നെ പലതവണ ആവർത്തിച്ച് അല്ലെങ്കിൽ മാസ്സായിട്ട് കേൾക്കുമ്പോൾ ആ ശബ്ദത്തിൻ്റെ ധ്വനി കേൾക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്നൊരു ഊർജ്ജമുണ്ട്. അതറിയാതെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുകയും ആ ഒരു പ്രഭാവം ഉണ്ടാക്കുകയും ചെയ്യും. ഇത് പുറമെന്ന് കേൾക്കുന്ന ശബ്ദം. അതേസമയം ഇതേ കാര്യം നമ്മൾ തന്നെ ആവർത്തിച്ച് അനുഭവിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കൂടി സാധിക്കുമെങ്കിലോ, എൻ്റെ ഉള്ളിൽ നിന്നുള്ള ശബ്ദം, നമ്മൾ അനഹത നാദം എന്ന് പറയാലോ, നമ്മൾ അനഹത ചക്രത്തിനെ പോലെ എഫക്റ്റ് ചെയ്തുകൊണ്ട് ആ മന്ത്രമുഖരിതമാകുന്ന മന്ത്രം എന്നുള്ള വാക്ക് ഒരിക്കലും ഉറക്കെ പറയാതെ, മീൻസ് ഹൈലി വളരെ ഉച്ചത്തിലല്ല, അതേസമയം ആ ഒരു സ്റ്റൈലിൽ, വിസ്പറിങ് സ്റ്റൈലിൽ, എന്നാൽ പവർഫുൾ ആയിട്ടുള്ള മോഡിൽ നിങ്ങളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ശബ്ദം നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെ പ്രകമ്പനം ഉണ്ടാക്കും. ശരീരത്തിലും മനസ്സിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും അതിൻ്റെ പ്രഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഭയമില്ലാതാവും, മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ പല കാര്യങ്ങളും ലൈഫിൽ നടക്കും. കാരണം എൻ്റെ ഉപബോധ മനസ്സിനുള്ളിലേക്ക് ഒരുപോലെ എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കുറച്ചും കൂടെ ത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ മെഡിറ്റേഷൻ്റെ ഡീപ്പ് സൈലൻസ് സ്റ്റേജിൽ ഇരുന്നിട്ട് അത്തരം തോട്ട്സ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്കത് ശരിക്കും റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ആ റിയാലിറ്റിയുടെ യാഥാർത്ഥ്യമായി തീരുന്ന അനുഭൂതി ചെയ്യാൻ പറ്റും. എങ്കിൽ വളരെ പെട്ടെന്ന് മാജിക്കലായിട്ട് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ രീതികൾ കുറച്ച് നമുക്ക് നോർമലി സംഭവിക്കുന്ന നോക്കിയാൽ, ഒന്ന് ആ എൻകൗണ്ടർ സ്റ്റേജ് എത്തുമ്പോൾ തന്നെ നമ്മൾ തോറ്റുപോകും. രണ്ടാമത് ഭയം നമ്മളെ കീഴ്പ്പെടുത്താൻ തുടങ്ങും, മുന്നുള്ളതായിരിക്കുന്ന തോറ്റുപോയ ഓർമ്മകൾ. അതുകൊണ്ട് ഇതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി കൊണ്ട് ഒന്നാമത്
നോർമലായിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴോ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴോ നമ്മുടെ മനസ്സ് നമ്മളോട് ഏറ്റുമുട്ടാൻ വന്നാൽ, സംഘർഷത്തിന് വന്നാൽ, അല്ലെങ്കിൽ നമ്മളോട് എതിരിടാൻ വേണ്ടി വന്നാൽ ഈ രീതിയിൽ അതിനോട് തന്നെ സംസാരിക്കുക. അത് സെൽഫ് ടോക്ക്, പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. അതിന് ആ ഒരു സെൽഫ് ടോക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണ്ടി വരും? ആ സമയത്ത് അങ്ങനെ പറയാൻ എൻ്റെ ഉള്ളിൽ നിന്ന് വരണമല്ലോ. വേറൊരാൾ പറയുകയാണെങ്കിൽ എളുപ്പമാണ്. എൻ്റെ ഉള്ളിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെയുള്ള സമയം മെഡിറ്റേഷനും അഫർമേഷനും വേണ്ടി യൂസ് ചെയ്യുക. ആ ശാന്തിയുടെയും ശക്തിയുടെയും അനുഭൂതിയുടെ ഡെപ്തിലേക്ക് പോകാൻ വേണ്ടി നോക്കുക. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അഥവാ അശാന്തിയാണ്, അത് മീൻസ് മനസ്സിൽ സങ്കടവും ദുഃഖവുമാണ് വല്ലാതെ കീഴ്പ്പെടുത്തുന്നതെങ്കിൽ ശാന്തി, ശക്തി, 2 വാല്യൂസിനെ, ഞാൻ മാസ്റ്റർ ശാന്തി സാഗരനാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വിള്ളലാണ് അനുഭവപ്പെടുന്നെങ്കിൽ, സ്നേഹത്തിന് വേണ്ടി ലാക്ക് ചെയ്യുന്ന മൈൻഡാണെന്നുണ്ടെങ്കിൽ ഞാൻ മാസ്റ്റർ സ്നേഹസാഗരനാണ്. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിലുള്ള പ്രോബ്ലം എന്തോ അതിനനുസരിച്ചതായിരിക്കുന്ന ഒരു അഫർമേഷൻ എടുക്കുകയും അതിനെ ഇടയ്ക്കിടയ്ക്ക് എത്ര തവണ പറ്റുമോ, ആരും കേൾക്കാതെ നിങ്ങൾക്ക് മന്ത്രിക്കും പോലെ പറയാൻ കഴിയുമെങ്കിൽ പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യൂ. അതല്ലെങ്കിൽ ഉള്ളിൽ തോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യൂ. എനിവേ ചുരുങ്ങിയതൊരു 108 തവണ എത്ര കൂടുതൽ പറ്റുമോ അത്രയ്ക്ക് നല്ലത്. ആ അഫർമേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അധികം വൈകാതെ നിങ്ങളുടെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി നമ്മളുള്ളിൽ നിന്ന്, നേരത്തെ പറഞ്ഞ പോലെ ആക്ടിവേറ്റഡ് പോസിറ്റീവ് തോട്ട് എനർജിയുടെ പേരാണ് നമ്മൾ വിൽ പവർ എന്ന് പറയുന്നത്. ഊർജം ആവാഹിച്ച് ശക്തിശാലി സങ്കല്പങ്ങൾ പുറത്തേക്ക് വന്നാൽ അതിനാർക്കും പിടിച്ചു കെട്ടാനാവില്ല. ഈ രീതിയിൽ പ്രോഗ്രാമിംഗ് നമ്മുടെ മനസ്സിന് കൊടുക്കാൻ പറ്റിയ അതൊരു പവർഫുൾ പ്രോഗ്രാമിംഗ് ആയിരിക്കും. വളരെ വേഗത്തിൽ നമ്മുടെ ഡ്രീം നമ്മുടെ ലൈഫിൽ സക്സസ് ആക്കാൻ പറ്റും. ലൈഫിൽ ഏതൊരു സ്വഭാവത്തെ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഏതൊരു അവസ്ഥയിൽ വേണമെങ്കിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു സീക്രട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മെമ്മറിയുടെ അഥവാ ഓർമ്മകളുടെ അറയിലുള്ളതായിരിക്കുന്ന ശക്തിശാലിയായിരിക്കുന്ന സങ്കല്പത്തിന് വീണ്ടും ജനിപ്പിച്ച് ഊർജമാവാഹിച്ച് ലൈഫിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സദാ സന്തോഷവും ശാന്തിയും ശക്തിയും നിറഞ്ഞ ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.